നമ്മൾ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്പേസ് പ്രോഗ്രാംസ്, പ്രത്യേകിച്ച് ഇസ്രോ. എന്നാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മഹാസംഭവം കഴിഞ്ഞ ദിവസം നടന്നു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഒരു വമ്പൻ റെക്കോർഡ് ഇപ്പോൾ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് കമ്പനി തങ്ങളുടെ ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റ് വിജയകരമായിട്ട് സ്പേസിൽ എത്തിച്ചിരിക്കുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച വിക്രം 1 എന്ന റോക്കറ്റ് മിഷൻ ആഗമാനിലൂടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. എന്താണ് വിക്രം 1? ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ഗ്ലോബൽ സ്പേസ് മാർക്കറ്റിലെ ഒരു സൂപ്പർ പവർ ആക്കുന്നത് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റോക്കറ്റിനെ ഒന്ന് പരിചയപ്പെടാം. വിക്രം 1 എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ റോക്കറ്റ് അല്ല. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫുള്ളി പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ. അതായത് ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ കൃത്യമായ ഭ്രമണപഥത്തിൽ ഓർബിറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരു കിഡിലൻ റോക്കറ്റാണിത്. ഇതിന്റെ ചില യുണീക്ക് ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൾ കാർബൺ കോമ്പോസിറ്റ് സ്ട്രക്ചർ, ഭാരം പരമാവധി കുറയ്ക്കാനും എന്നാൽ നല്ല സ്ട്രെങ്ത് നൽകാനും വേണ്ടി പൂർണ്ണമായിട്ടും കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് 3D പ്രിന്റഡ് ലിക്വിഡ് എൻജിൻസ് ആണ്. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ലിക്വിഡ് എൻജിൻ പൂർണ്ണമായും 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ തോന്നുന്നുണ്ടല്ലേ. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് 4 സ്റ്റേജ് റോക്കറ്റ്. അതായത് ഇതിൽ മൊത്തം 4 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ 3 സ്റ്റേജുകൾ എന്ന് പറയുന്നത് സോളിഡ് പ്രൊപ്പൽഷനും അവസാനത്തെ കിക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷനുമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 7 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. 22 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. 350 കിലോഗ്രാം വരെയുള്ള ചെറിയ ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഓർബിറ്റ് ലിയോയിൽ അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ ഉയരത്തിൽ കൃത്യമായിട്ട് എത്തിക്കാൻ ഇതിന് സാധിക്കും. ഇതിലൊരു വമ്പൻ കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ചരിത്ര മുഹൂർത്തം ഒളിഞ്ഞിരിപ്പുണ്ട്. കൃത്യം 46 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1980 ജൂലൈ 18 ഇസ്രോയുടെ ആദ്യത്തെ വിജയകരമായ ലോഞ്ച് വെഹിക്കിളായ SLV-3 വഴി രോഹിണി സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. അതേ ജൂലൈ 18 തന്നെയാണ് 2026 വിക്രം 1 റോക്കറ്റും കുതിച്ചുയർന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസ് ഡോക്ടർ വിക്രം സാരാഭായോടുള്ള ആദരസൂചകമായാണ് ഈ റോക്കറ്റിന് വിക്രം എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ഇതിലൊരു വമ്പൻ മോദി കണക്ട് കൂടിയുണ്ട്. ഇത്തവണത്തെ മിഷൻ ആഗമാനിൽ വെറും സാറ്റലൈറ്റുകൾ മാത്രമല്ല വിക്രം 1 ബഹിരാകാശത്ത് എത്തിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം കൈപ്പടയിൽ വന്ദേ മാതരം എന്ന് എഴുതിയ ഒരു പോസ്റ്റ് കാർഡും ഈ റോക്കറ്റ് ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ജർമ്മൻ കമ്പനിയായ D-Cubedന്റെ സാങ്കേതിക വിദ്യയും സ്പേസ് ഡിബ്രി അല്ലെങ്കിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന എംബ്രേസ് എന്ന റോബോട്ടിക് ആമും ഈ ഒരു മിഷന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ടെക്നോളജിയും പേട്രിയോട്ടിസവും ഒരുപോലെ ഒത്തുചേർന്ന ഒരു മാസ് ലോഞ്ച് ആയിരുന്നു ഇത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇത് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്ര വലിയൊരു മൈൽ സ്റ്റോൺ ആകുന്നു എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത്രയും കാലം സ്പേസ് മേഖല എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ ISRO പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ മാത്രം കുത്തകയായിരുന്നു. എന്നാൽ 2020 ഇന്ത്യൻ ഗവൺമെന്റ് സ്പേസ് സെക്ടറിൽ വലിയൊരു റീഫോം കൊണ്ടുവന്നു. പ്രൈവറ്റ് കമ്പനികൾക്കും അവസരങ്ങൾ തുറന്നു നൽകി. അതിന് മേൽനോട്ടം വഹിക്കാൻ IN സ്പേസ് എന്നൊരു ഏജൻസിയും രൂപീകരിച്ചു. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോകത്തിന്റെ വെറും 2 രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് ഓർബിറ്റൽ ലോഞ്ച് കപ്പാസിറ്റി ഉള്ളത്, അമേരിക്കയും ചൈനയും. അമേരിക്കയ്ക്ക് SpaceX ഉള്ളതുപോലെ ചൈനയ്ക്ക് അവരുടെ പ്രൈവറ്റ് സ്റ്റാർട്ടപ്പുകൾ ഉള്ളതുപോലെ ഇപ്പോൾ മൂന്നാമതായിട്ട് ഇന്ത്യയും ആ ഒരു പവർഫുൾ ക്ലബിലേക്ക് മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ്. ഇന്ന് ലോകമെമ്പാടും സ്മോൾ സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കാൻ വലിയ ഡിമാൻഡാണ്. കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ റിമോട്ട് സെൻസിംഗ്, ഇതിനെല്ലാം ചെറിയ സാറ്റലൈറ്റ്സ് വേണം. ഇസ്രോയുടെ വലിയ റോക്കറ്റുകൾക്ക് കാത്തു നിൽക്കാതെ വളരെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് തന്നെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കൊടുക്കാൻ സ്കൈറൂട്ടിനെ പോലെയുള്ള കമ്പനികൾക്ക് ഇനി സാധിക്കും. ഇത് ഗ്ലോബൽ സ്പേസ് ബിസിനസ്സിൽ ഇന്ത്യയുടെ വിപണി വിഹിതം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഇനി പലർക്കും ഒരു സംശയം തോന്നാം, ഇവർ ഇസ്രോയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആകുമോ എന്ന്. ഒരിക്കലുമില്ല. ഇസ്രോയും സ്കൈറൂട്ടും തോളോട് തോൾ ചേർന്നാണ് ഈ ഒരു വിജയം നേടിയത് എന്ന് പറയണം. വിക്രം 1 റോക്കറ്റിന്റെ ടെസ്റ്റിംഗും ലോഞ്ചും നടന്നത് ശ്രീഹരിക്കോട്ടയിലെ ഇസ്രോയുടെ ഫെസിലിറ്റിയിലാണ്. ഇസ്രോ തങ്ങളുടെ വാതിലുകൾ പ്രൈവറ്റ് പ്ലെയേഴ്സിനായിട്ട് തുറന്നു കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ നമുക്കിത് സാധ്യമായത്. ഇനി വരാൻ പോകുന്നത് വമ്പൻ പ്രൊജക്ടുകളാണ്. സ്കൈറൂട്ട് കമ്പനി തങ്ങളുടെ കമേഴ്ഷ്യൽ ലോഞ്ചസ് വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ കൂട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ മറ്റ് 100 കണക്കിന് സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ സുവർണകാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രോയുടെ വമ്പൻ മിഷനുകളായ ഗഗൻയാനും ചന്ദ്രയാനും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾ ലോകത്തെ തന്നെ സ്പേസ് ബിസിനസ് നിയന്ത്രിക്കാൻ പോവുകയാണ്. വിക്രം 1ന്റെ ഈ ഒരു വമ്പൻ വിജയം ഇന്ത്യയുടെ സ്പേസ് സെക്ടറിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.